അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസം താമസിച്ച് ഇവിടെ ഫ്രീഡം വാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടുത്തെ വില്ലേജ് കാര്യങ്ങളെല്ലാം കണ്ടു. ഇനി നമ്മൾ തിരിച്ച് ധർമ്മശാലയ്ക്ക് തന്നെ പോവാണ്. അവിടെ നമ്മൾ വന്ന സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചിറങ്ങി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ്. ഇവിടെ റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് എന്താ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും യാത്ര പറയണ്ടേ? യാത്ര പറയാൻ വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് അല്ലേ, വന്നത് നന്ദി. എല്ലാവരും വരണം, ഇങ്ങനത്തെ ഒരു നല്ല സോൾ എല്ലാവരും ഈ സ്ഥലത്തിലേക്ക് വരണം. എന്തായാലും ഉണ്ട്, നല്ല സ്ഥലം, നല്ലൊരു വൈബ് കിട്ടും, ശാന്തം മൊത്തം. ഇവരെ പുള്ളിക്കാരനെ നമ്മൾ ഋഷികേശിൽ നിന്നായിരുന്നു പരിചയപ്പെട്ടത്. ഋഷികേശ് പരിചയപ്പെട്ട് നമ്മൾ ഇതേപോലെ ചെന്നൈയിൽ നിൽക്കുമ്പോൾ പുള്ളി ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് ഒറ്റയടിക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്തു. നമുക്ക് ട്രക്കിങ് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് 2 ദിവസമാണ് പോയിട്ട് വരാം. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം പോകാൻ. നമുക്ക് വേറെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പോകും. മാക്ക് എന്താ ഇവിടെ ഇരിക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അവനിവിടെ നിൽക്കണം എന്നുണ്ട് ശരിക്കും. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല കേട്ടോ തിരിച്ചു പോകും. നമ്മൾ വന്ന വഴിക്ക് കുറേ ബ്ലോഗും കാര്യങ്ങളൊക്കെ കിട്ടിയത്. നമ്മൾ പത്താംകോട്ട് റോഡിൽ പോയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ നമ്മൾ വന്നത് ഈ താഴെക്കൂടെയാണ്, ഈ സള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലൂടെ നമ്മൾ വന്നത്. പക്ഷേ ഇതിലെ തിരിച്ചു പോകാൻ വേറൊരു വഴിയുണ്ട്, ഫുള്ള് ഗ്രാമങ്ങളുമായിട്ടുള്ളൊരു വഴി. ഞാൻ വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഇവർ വേറെ റൂട്ടുണ്ടെന്ന് പറഞ്ഞു, ഫുള്ള് വില്ലേജ് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ സള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് കരേരി വഴി ആണ് നമ്മൾ ധർമ്മശാലയ്ക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെയായിരിക്കും ഈ ഒരു വീഡിയോ ഉണ്ടാവുക. അതുപോലെ നമ്മൾ അവിടെ ഒരു അത് ഹോം സ്റ്റേ ആണോ അതോ അവിടെ അല്ലേ? അവിടെ നമ്മൾ ചെറിയൊരു ഹോം സ്റ്റേൻ്റെ സെറ്റപ്പിൽ അവിടെ നമ്മൾ പ്രൊമോട്ടൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അവിടെ നമുക്ക് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം. കയറ്. അപ്പോൾ ശരി, കാണാം. അപ്പം നമുക്ക് വണ്ടി കുറച്ചിടല്ലേ? ഓക്കെ, കാണാം. നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് ഇനിയും കാണും. അപ്പോൾ ഋഷികേശിന് പോകണ്ടേ നമുക്ക്? ഓക്കെ. അപ്പോൾ സമയം രാവിലെ 12:15. നമ്മൾ മൊത്തം വില്ലേജിലായിരുന്നു സ്റ്റേ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതും വില്ലേജ് കൂടെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരേരി ലേക്കിലേക്കുള്ള ട്രക്കിങ്. അത് നമുക്ക് ഇവരുടെ ഈ വില്ലേജിൽ നിന്നും പോകാം. ഏകദേശം 17 കിലോമീറ്ററാണുള്ളത്. സംഭവം നമുക്ക് ഈ റൂട്ടിന് പോയാൽ കരേരി വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതായത് ഈ ട്രക്കിങ്ങിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്ഥലം. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ടും പോയിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കരേരി വഴിയാണ്. കരേരി വില്ലേജിൽ കൂടെയാണ് നമ്മൾ ധർമ്മശാലയ്ക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് നമുക്ക് വന്നാൽ മതിയായിരുന്നു. ഇതാണ് ഏറ്റവും കുറഞ്ഞ ദൂരം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഈ റൂട്ട് മാപ്പിലൊന്നുമില്ല. നമ്മളിട്ടപ്പോൾ നമ്മൾ കണ്ടത് ആ റൂട്ടായിരുന്നു, അതിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് വില്ലേജ് ഉള്ളിൽ കൂടെയുള്ള വഴിയും കാര്യങ്ങളൊക്കെ കണ്ടോട്ടോ. ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട വഴിയാട്ടോ. അതേ ഹെയർ പിന്നായിട്ട് മല കയറിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വില്ലേജ് കാണാൻ പോയായിരുന്നു. അതിൻ്റെ ആ മലേൻ്റെ തൊട്ടിപ്പുറത്തുള്ള മലയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളത് ഈ മലേൻ്റെ ടോപ്പിലെത്തി. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കയറി വന്ന വില്ലേജും അതുപോലെ ഫ്രീഡം വാലിയൊക്കെ അതിൻ്റെ താഴെ കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് കയറി വരാൻ വഴിയുണ്ട്. നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ വന്നപ്പോൾ ഒരു 3-4 കിലോമീറ്റർ കറങ്ങിയാണ് കയറി ഇവിടെ എത്തി. ഡയറക്റ്റ് കയറി വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു കിലോമീറ്റർ കൊണ്ട് ഇതിന് നേരെ മുകളിലെത്താം. ഇവിടുന്നാന്ന് തോന്നുന്നു ട്രക്കിങ് കൂടുന്നത് കരേരി ലേക്കിലേക്ക്. ഇതിലൊരു വഴി പോകുന്നു, ആൾക്കാരൊക്കെ നടന്നു പോകുന്നതാണ്. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട്, അതുപോലെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഉള്ളിലേക്കാണ് കരേരി ലേക്കിലേക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാം. ജസ്റ്റ് ഇവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് പോയാൽ മതി. ഈ റൂട്ട് കണ്ടോ, ഇത് നല്ല മോശം കേട്ടോ. അവർ അന്ന് പറഞ്ഞത് നമ്മളോട് ഈ വഴി വരാനായിരുന്നു. നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു ഈ വഴി, മാപ്പിൽ ഈ വഴി കാണിക്കാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വഴി കൂടെ വന്നു. ആ വഴി വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് മൊത്തം സീനുമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മല ഇറങ്ങിക്കൊണ്ട് നമ്മൾ കരേരി എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. അതാണ് ഈ താഴെ കാണുന്നത്. നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. ഇനിയിപ്പോൾ ഇത് രാത്രിയിലൊക്കെ ഇങ്ങോട്ട് കയറി വരാനാണ് പാട്. ഇതിപ്പോൾ ഇറക്കമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ റോട്ടിൽ കൂടെ നമ്മുടെ വണ്ടി കൊണ്ട് കയറി വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ നല്ല രീതിയിൽ റോഡ് മോശമാണ്.
ഇതിപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഒരു കാർ ഇങ്ങോട്ട് കയറി വരികയായിരുന്നു. ഇവരൊക്കെ ട്രക്കിന് പോകുന്നവരായിരിക്കും. ഒരു കാർ ഇവിടെ കുടുങ്ങി കിടപ്പുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ വെള്ളം പോവാം. നമ്മളത് അങ്ങനെ വൃത്തിയിട്ട റോഡൊക്കെ കഴിഞ്ഞതേ താഴെ കരേരി വില്ലേജിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ ഒരുപാട് ട്രാവലർ കാര്യങ്ങളൊക്കെ കിടക്കുന്ന കാണാം. ഇവിടെയാണ് മെയിനായിട്ട്. ഇവിടെ ഒത്തിരി റിസോർട്ട്, ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ കരേരി ട്രക്കിങ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് പോയി വരിക. അങ്ങനെ നമ്മൾ വില്ലേജിലെത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് റോഡ് നല്ല റോഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങനെ താഴെ ധർമ്മശാലയിൽ നിന്ന് വന്ന റൂട്ടിൽ തന്നെ വന്ന് ചാടി കിട്ടും. ഏകദേശം നമ്മളിപ്പോൾ വന്ന വഴിയാണ് ദൂരം കുറവ്, പക്ഷേ റോഡ് നല്ല മോശമാണ്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ധർമ്മശാലയിൽ നിന്ന് പോയ പത്താംകോട്ടിന് പോകുന്ന അതേ റൂട്ടാട്ടോ. ഇനി ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് ധർമ്മശാല ടൗണിലേക്ക്. നമ്മളിത് ധർമ്മശാലയിൽ വന്നപ്പോൾ സ്റ്റേ ചെയ്ത സ്ഥലം കേട്ടോ. ഇതാണ് രമൻദീപ് ട്രാവൽസ് എന്ന് പറഞ്ഞ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ വേണമെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. നമ്മളിവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ഒരു ഹെലിക്യാമിൻ്റെ ഒരു വയർ ഇവിടെ വെച്ച് മറന്നു വെച്ചായിരുന്നു. റൂമിൽ പോയായിരുന്നു. നമ്മളത് അവിടെ സള്ളി ചെന്ന് നോക്കിയപ്പോഴാണ് സാധനം മിസ്സിങ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്തിട്ട് വേണം പോവാൻ. ഓക്കെ, ഇതായിരുന്നു സാധനം. കിട്ടി സാധനം കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മശാലയിലാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ധർമ്മശാലയിലെ ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മക്കളോടഗഞ്ച് എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടോട്ടൊരു ഹോം സ്റ്റേ, ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 6.5 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് ഇനിയും ഫുള്ളും മല കയറിയിരിക്കും. ഇവിടെ ധർമ്മശാലയിൽ മെയിനായിട്ട് കാണാനുള്ള സ്ഥലങ്ങൾ അവിടെ നോക്കിയാൽ നമുക്ക് വലിയ മലകളൊക്കെ കാണാം. അതിൻ്റെയൊക്കെ ടോപ്പ് ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. പല ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ കിടിലം വ്യൂ ആയിരിക്കും അവിടെ. എന്തായാലും നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ മേലേക്ക് മല കയറാൻ തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരെ കാണാം കേട്ടോ. പാരച്ചൂട്ടൊക്കെ പറന്ന് നടപ്പുണ്ട്. നമ്മുടെ ഏഷ്യയിൽ തന്നെ 2ാമത്തെ ഉയരത്തിലുള്ള പാരാഗ്ലൈഡിങ് ഒക്കെ ഇവിടെയാണ്, ബിയർ ബില്ലിംഗ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതല്ല, ഇത് ധർമ്മശാലയിലുള്ള വേറെ ഏതോ പാരാഗ്ലൈഡിങ് ആട്ടോ. അതൊക്കെ തുടങ്ങുന്നത് ഈ മലേൻ്റെ മുകളിൽ നിന്ന് കണ്ടാണ്. അതിലേക്ക് ഇങ്ങനെ പാറി നടക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹിമാചലിൽ കുറേ സ്ഥലത്തുണ്ട് പാരാഗ്ലൈഡിങ്. അതുപോലെ ഇവിടെ ടിബറ്റൻസിൻ്റെ എന്തോ ക്ഷേത്രമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണണം. ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് എന്തായാലും കേട്ടോ. ഇങ്ങോട്ട് കയറുന്ന റോഡാണ് സീന്. ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് ഭയങ്കര ഹെയർപിനായിട്ടുള്ള റോഡുകളാണ്. നല്ല കയറ്റവും. മസാല ഈ മെക്ലോഡഗഞ്ചൊക്കെ വന്നിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ കണ്ട സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ. നമ്മളെന്തായാലും മാക്സിമം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടേ ഇവിടെ വിടുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ശരി, ഞായറൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇവിടെയൊക്കെ വന്ന് 2 ദിവസം നിന്നിട്ടൊക്കെ കാണാൻ പോകുന്ന തരത്തിൽ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നതാണ് പല സ്ഥലങ്ങളിൽ നിന്നും. നല്ല കയറ്റം കേട്ടോ. വണ്ടി ഫുൾ പവറും കൊടുത്താണ് പിടിച്ചേക്കുന്നത്. എന്നിട്ട് മെല്ലെ വലിഞ്ഞാണ് കയറുന്നത്. നല്ല കയറ്റമാണ് ഇതിൻ്റെ മേലേക്ക്. ഇതാണ് മെക്ലോഡഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലം. ഋഷികേശൊക്കെ പോലെ വേറൊരു വൈബ് സ്ഥലമാണ്. ഇതുണ്ടോ 2 സൈഡും ഫുള്ള് ഹോട്ടലും കാര്യങ്ങളും കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇവിടെ ഉള്ളൊരു മാർക്കറ്റ് കേട്ടോ. ഫുള്ള് ടിബറ്റൻസാണ് ഇവിടെ ഉള്ളത്. ടിബറ്റൻസാണ് ഇവിടുത്തെ കടകളും കാര്യങ്ങളും നടത്തുന്നത് കേട്ടോ. ഇവിടെയും ബ്ലോക്കോ. ശരിക്കും പറഞ്ഞാൽ ഇതല്ല വരുന്ന വഴി, ഇത് തിരിച്ചിറങ്ങുന്ന വഴിയാണ്.
വൺ വേ ആണ് ഇങ്ങോട്ട് ശരിക്കും. അത് ഒരു റോഡ് ബ്ലോക്കാണ്. അപ്പോൾ നമ്മളോട് ഇതിലേ പൊക്കോളാൻ പറഞ്ഞതാണ്. മാപ്പിലും ഒന്നും കാണിക്കുന്നില്ല. ഇത് ഇവിടെ തന്നെ ഈ കാണുന്ന ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രം കേട്ടോ. ഇതുണ്ടോ ആ കറക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇവിടുത്തെ മാർക്കറ്റ് തന്നെ കാണാനുണ്ടെന്ന് തോന്നുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് തന്നെ ഇറങ്ങേണ്ട വരുമായിരിക്കും. ഇവിടുന്ന് മേലേക്കാടാ ധർമ്മക്കോട്ട് 1.8 കിലോമീറ്റർ. നമ്മളിപ്പോൾ മക്ലോഡഗഞ്ചിലല്ല സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ധർമ്മക്കോട്ടിലേക്കാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 അല്ല, മാപ്പിൽ 2.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ധർമ്മക്കോട്ടിന് അപ്പുറമായിട്ട് അപ്പർ ധർമ്മക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മേലെ എത്തിയപ്പോൾ കണ്ടില്ലേ, ഫുള്ള് പൈൻ മരങ്ങളും ചെറിയ റോഡാട്ടോ. ഒറ്റ വണ്ടിക്ക്, ഒരു കാറിനൊക്കെ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. പൊക്കോളാം. ഓക്കെ, നമുക്കിവിടെ നല്ലൊരു ഓഫ് റോഡിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർ വഴിയൊന്നുമില്ല, വണ്ടി മേലെ വെക്കണം എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങ് പോവും. തിരിച്ച് കയറ്റുന്ന കാര്യം ആലോചിക്കുമ്പോൾ പ്രശ്നമുള്ളൂ. മൊത്തം കല്ല. അങ്ങനെ ഞങ്ങളിത് റൂം കണ്ടുപിടിച്ചു കേട്ടോ. ഒരുപാട് നടക്കാനൊന്നുമില്ല. ഇവിടുത്തെ വഴിയൊക്കെ നല്ല മോശം. അതുണ്ടോ ഫുള്ള് കല്ലാണ്. ഇതിൻ്റെ മേലെ എവിടെയെങ്കിലും കയറ്റി വണ്ടി ഇടാനൊരു സ്ഥലമുണ്ട്. എടാ ഒന്ന് വാ, തെള്ളിത്താ, ഇങ്ങോട്ടൊന്ന് വാ. ഞാനിവിടെ കുടുങ്ങി. ഇതെന്താ പാട് നോക്കി ഒന്ന് കയറുമോ? എവിടാ കല്ല്? ഈ സൈഡിലാണോ കല്ല്? ഓക്കെ, മാക്ക് തള്ളിയാൽ അല്ലെങ്കിലും ഏത് കയറ്റവും സിമ്പിളായിട്ട് കയറും. തള്ളാൻ മാക്ക് ഭയങ്കര മിടുക്കനാ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. ഈ മലേൻ്റെ ഒക്കെ താഴെയാണ് ധർമ്മശാല. അതെ, അവിടെ കാണാം അജൂസ് പാലസ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടി കൊണ്ട് വരുന്നത് കുറച്ച് റിസ്ക്കാണ് ഇവിടെ. ദേ ആ കാണുന്ന 2 നിലയല്ലേ, ഇവിടെ ആയിരുന്നു നമ്മുടെ രോഹിത്തൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പേ കുറേ ദിവസം സ്റ്റേ ചെയ്ത സ്ഥലം. നമ്മുടെ റൂം അവിടെ മുകളിലുണ്ട്. ഇവിടുത്തെ ഒരു ചായക്കട ഉണ്ട്. ഇതാണ് ശർമാജീസ് ചായക്കട കേട്ടോ. ഇവിടെ വന്ന് അവർക്കെല്ലാം അറിയുന്ന സ്ഥലം ഇതെല്ലാം. ഞാനിപ്പോൾ ഇത് കണ്ടുപിടിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഓരോ റൂമുകളാണ്. പക്ഷേ നമുക്കുള്ളത് കണ്ടുപിടിക്കാനാണ് പാട്. ഇത് നടന്നു തന്നെ വരണം. വണ്ടികൾ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇപ്പോൾ കാറിനൊക്കെ വരുന്നതാണെങ്കിൽ മുകളിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടന്ന് വരേണ്ടി വരും. അതുപോലെ ആ വഴിക്കൊക്കെ ഒരുപാട് റൂമുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് അജൂസ് പാലസ് എന്ന് പറഞ്ഞുള്ള റൂം കേട്ടോ, ഹോം സ്റ്റേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓണർ അജു. യുവർ നെയിം ഈസ് അജു? ഓക്കെ. താഴെ ഇവരുടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഫാമിലിയൊക്കെയാണ് താഴെ സ്റ്റേ ചെയ്യുന്നത്. മുകളിലാണ് നമുക്ക് ഉള്ള റൂം കേട്ടോ. അയ്യോ, ഈ ലഗേജ് നോക്കി നടക്കുന്നത് വലിയ കഷ്ടമാണ്. anyone no problem. It's not a 2 റൂം വന്നിട്ടുണ്ട്. 2 റൂം നമുക്കല്ല, ഏതായാലും ഒരെണ്ണം സെലക്ട് ചെയ്തോളാനാണ് പറഞ്ഞത്. നീ സെലക്ട് ചെയ്തോ നിനക്ക് ഇഷ്ടപ്പെട്ടത്. ഇതൊരു റൂം, പിന്നെ ഇപ്പുറത്തെ റൂം. ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ഉണ്ട്. ഹീസ് ദ ഓണർ, ഹീ വിൽ സെലക്ട്. ഇത് മതിയോ? അതെന്നാ okay, we'll say okay. Actually, which place is this? Dharmkot. Yes. This is not McLeodganj. No, this is Dharmkot, upper Dharmkot. Yes. And Rohit and that guy stayed here. Yes, they stayed here. Okay. അപ്പോൾ റൂമിൽ വന്ന ഉടനെ ഞാൻ ഇവിടെ എഡിറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നെറ്റിന് വലിയ സ്പീഡൊന്നുമില്ല, മറ്റേടത്ത് നല്ല സ്പീഡായിരുന്നു.
മെയിനായിട്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഉണ്ടല്ലേ. നമുക്കിവിടെ ബാൽക്കണിയിലൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന വ്യൂ ഉണ്ടോ, പൊളിയല്ലേ. അതാണ് മെയിൻ. അതുപോലെ ഇവിടുത്തെ ഈ വീടുകളുടെ ഒക്കെ മണ്ടയിൽ കണ്ടില്ല ആ സ്ലേറ്റ് പോലത്തെ ഇവിടെ കല്ല്, ഇവിടുത്തെ ആ കല്ലാണ് യൂസ് ചെയ്തേക്കുന്നത് എല്ലാ ബിൽഡിങ്ങിൻ്റെ. ഒരുമാതിരി എല്ലാ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ അത് തന്നെയാണ്. പിന്നെ ഷീറ്റുകളുണ്ട്, അതാണ് സംഭവം. മെയിനായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ വ്യൂ, അതുപോലെ ആ ഭാഗത്ത് സൺസെറ്റ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അന്ന് അവരൊക്കെ വന്ന് ഇവിടെ നിന്ന സമയത്ത് ഇവിടെ നല്ല സ്നോഫാളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തത്. അടിപൊളി. ആ സ്നോഫാളുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈൻഡിൽ സെറ്റാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് നിങ്ങൾക്ക് ഈ വർക്ക് ഫ്രം മൗണ്ടെയിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് സ്ഥലങ്ങൾ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ രോഹിത്തിനെയൊക്കെ പോലെ. അതേപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനനുസരിച്ചുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി തരും. മന്ത്ലി ഒരു മാസമൊക്കെ നിൽക്കുകയാണെങ്കിൽ അനുസരിച്ച് പ്രൈസ് കുറയും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കിച്ചൺ വേണമെങ്കിൽ കിച്ചണും കിട്ടുന്നുണ്ട്. ഇവിടെ അടുത്തൊന്നും ഹോട്ടൽ കാര്യങ്ങളൊന്നുമില്ല. ഇത് കുറച്ച് ഇവിടെ ഉള്ളതൊക്കെ കഫേയാണ്. ഇവിടെ കണ്ടോ, ഇതൊരു കഫേയാണ്. അതുപോലെ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു 1-2 കഫേ ഉണ്ട്. അപ്പോൾ കഫേയൊക്കെ നോർമലി കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു നോർമൽ കടയാണ് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ബ്രെഡോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് തന്നെ കുക്ക് ചെയ്ത് ഉണ്ടാക്കി വേണം കഴിക്കാൻ. ഞങ്ങളങ്ങനെ കുക്കൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. രോഹിത്ത് അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരായിരുന്നു ഇവിടെ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അജൂസ് പാലസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ധർമ്മശാലയിൽ വരാനും ഇതുപോലെ ഒരു ലോങ് ടൈം നിൽക്കാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതൊരു ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും നമുക്കിവിടെ നോക്കാം. ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. എന്തായാലും നമ്മളിവിടെ നിന്ന് ഡ്രോണൊന്ന് പറത്തിയിട്ട് ഇതിൻ്റെ വിഷ്വലൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാരണം ബാക്ക് സൈഡ് വലിയ മലയാണ്, അപ്പുറത്തും ഒരു മലയാണ്. അതുപോലെ അതിൻ്റെ താഴോട്ടൊക്കെ നല്ല വ്യൂ ഉണ്ടായിരിക്കും. പിന്നെ സൺസെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റായിരിക്കും. മാത്രമല്ല ഞാനിവിടെ എഡിറ്റിംഗ് ആയിരുന്നു പരിപാടി. ഇത് ഒരുത്തിനൂടെ കിടന്ന് ഉറങ്ങുന്നതുണ്ടോ, എങ്ങനെ കിടക്കുന്നത് നോക്കി. 2 കസേരയിലായിട്ട് കിടക്കുക, നടുക്ക് ഗ്യാപ്പാട്ടോ, കണ്ടില്ലേ. ബെഡ് കിട്ടിയാൽ മാത്രമേ കിടക്കുള്ളൂ എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ 2 കസേര കിട്ടിയാലും എന്തെങ്കിലും സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സംഭവം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവന് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ കിടന്ന് ഉറങ്ങുന്നത്. ഉറങ്ങട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ കുറച്ച് ഹെലി വിഷ്വൽ കണ്ടോട്ടോ. ഉറങ്ങി എണ്ണീറ്റോ? ഞാൻ എടുത്തായിരുന്നു കേട്ടോ വീഡിയോ. നല്ല ഉറക്കായിരുന്നു. 2 കസേര കിട്ടിയാലും കിടന്ന് നല്ലപോലെ ഉറങ്ങും. നിനക്ക് എന്താ ഇവിടെ എന്ത് വൈബാ അടിക്കുന്നത്? നമുക്ക് സങ്കടമാണ് എന്തിന് അവിടുന്ന് ഇതിന് നല്ല സങ്കടമുണ്ട് അവിടുന്ന് പോകുന്നതിന് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതിലെ ഹെലി ക്യാമറ ഒക്കെ പറത്തി 2 വിഷ്വലൊക്കെ എടുത്തു. അവിടുത്തെ ഈ മലയുടെ അപ്പുറമാണ് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട് കാണാമെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ അജു എന്നോട് ചോദിച്ചു നോക്കണം. ഇന്ന് രാത്രി ചോദിച്ചിട്ട് നമ്മളിവിടെ മാക്സിമം കാണാനുള്ളതൊക്കെ ഒന്ന് കാണും, എന്നിട്ട് നമ്മളിവിടുന്ന് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അതുപോലെ ഇവിടെ മലയാളികളൊക്കെ വരുന്നവിടെ. ഞങ്ങളിവിടെ റൂം തപ്പി നടക്കുക. ഈ താഴത്തെ ഒരു വഴിയുണ്ട്, അതിലെ റൂം തപ്പി നടക്കുന്ന സമയത്തൊക്കെ ആ ഭാഗത്ത് എവിടെയൊക്കെയോ ഒരു റൂമിലൊക്കെ ഒരു മലയാളി വന്നിട്ടുണ്ട്. അതുപോലെ മുകളിലൊരു ബുള്ളറ്റ് KL-ഇരിപ്പുണ്ട്, KL-48. മലയാളികളൊക്കെ ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണ്. നിങ്ങൾ ഈ ധർമ്മശാല ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനിയും വരും വീഡിയോകളുണ്ടോ. ഞാൻ എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നോക്കി നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ അടുത്ത വീഡിയോ മറക്കാണ്ട് കാണാം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരി.